അപ്പോൾ ഇന്ന് നമ്മൾ റിവർ ലാൻഡിലാണുള്ളത്. റിവർ ലാൻഡിൽ വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഫൺ ഫ്രൈഡേ ആണല്ലോ, അപ്പോൾ ഫ്രൈഡേ അടിച്ചു വിളിക്കാൻ വേണ്ടി റിവർ ലാൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ പാർക്കുകൾ ചേർന്നിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ദുബായുടെ ഒരു ഏരിയ ആണത്. അപ്പോൾ റിവർ ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത് വെച്ചാൽ ഏകദേശം 30 ദിർഹംസ് അല്ല 20 ദിർഹംസാണ് വരുന്നത്. കൗണ്ടറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 15 ദിർഹംസ് ഉള്ളൂ നമ്മൾ ഇത് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ വണ്ടി വരുന്നുണ്ട്, വണ്ടി പോട്ടെ, ബാക്കി കഥ പിന്നെ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞിറങ്ങി കൊണ്ട് ജസ്റ്റ് എല്ലാം കണ്ടിറങ്ങി. ഫോട്ടോജീനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി, നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമായിട്ടത്. എല്ലാ ഏരിയയിലും നമുക്ക് തനതായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. പല രീതിയിലുള്ള ആർക്കിടെക്ചറാണ്, പല രാജ്യങ്ങളുടേതായിട്ടുള്ള ഒരു ടീമിൽ നിർമ്മിച്ചുള്ള കുറേ ആർക്കിടെക്ചറുകൾ. നമുക്ക് കുറേ റീൽസ് എടുക്കാൻ പറ്റിയ സ്ഥലം, കുറേ വീഡിയോസ് എടുക്കാൻ പറ്റും, ഫോട്ടോഷൂട്ടിൽ പറ്റുന്ന സ്ഥലം. അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോയോ? അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒരു കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മറ്റുള്ള പാർക്കുകളും കാര്യങ്ങളൊക്കെ കയറണമെങ്കിൽ വാട്ടർ തീം പാർക്കിലൊക്കെ കയറണമെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അതും എക്സ്ട്രീംലി ഗുഡ് ആണെന്നാണ് പറഞ്ഞു കേട്ടത്. ഞാൻ പോയിട്ടില്ല, ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം നമ്മൾ പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ പോയി കണ്ടിട്ട് പോയി കേട്ടോ. ഓക്കെ. അപ്പോൾ റിവർലാൻഡ് തീരെ പോവാത്തൊരു സ്ഥലം കേട്ടോ. റിവർലാൻഡ് ഒരു UAE നിർമ്മിച്ചിരിക്കുന്ന ഒരു യൂറോപ്യൻ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് ജോർജിയ ഉണ്ട്, യൂറോപ്പ് ഉണ്ട്, അങ്ങനെ പല പല രാജ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് വിസിറ്റ് ചെയ്യാന്നുള്ള ലെവലിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിത് ഷെയ്ഖ് സായിദ് റോഡിലൂടെ മന്ദം യാത്രകൾ ഇങ്ങനെ ആരംഭിച്ചിട്ടിരിക്കുകയാണ്. വിത്ത് നമ്മുടെ കൂടെ ഉള്ളത് റെഡ് FM 95. റെഡ് FM ആണോ അതോ ക്ലബ് FM ഉണ്ട് 96.7. അതിലേത് FM ആണോ അതാണ് നമ്മളെ കൂടെ നമ്മളെ കൂട്ടിനുള്ളത്. അങ്ങനെ അതും കേട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമാ ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിസാമേ എന്താ എനിക്ക് പറയാനുള്ളത്? ആകെ ചൊറയാണല്ലോ. മുകേഷ് കുടുങ്ങോ? മുകേഷ് രാജിവെക്കണമെന്ന് മാത്രം പറയണം. മുകേഷ് എന്നല്ല, ഓരോ പെണ്ണുങ്ങൾ വന്നിട്ട് ഇന്ന അയാൾ അതാക്കി ഇന്ന ഇയാൾ ഇതാക്കി എന്നൊന്ന് പറയും. അപ്പൊ ചോദിക്കുന്നതിന് തെളിവ് ഇങ്ങ് കണ്ടുപിടിക്ക്, പോലീസുകാർ കണ്ടുപിടിക്ക്. പറയുന്നതിലൊക്കെ എന്തെങ്കിലും സത്യങ്ങൾ ഉണ്ടാവും. അല്ലാഹു അല്ല, അത് തെളിയിച്ചു കഴിഞ്ഞാലേ തെളിയിക്കാൻ. പക്ഷെ വേറെ കാര്യം കേട്ടോ, ചാനലേര് ഇവരൊക്കെ കുറ്റവാളിയാക്കി. ചാനലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്നു മോനെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ത്രെഡ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുക. കാരണം അവർക്ക് ത്രെഡ് കിട്ടിയ ചിലപ്പോ സെറ്റിലൊന്ന് ചീത്ത പറഞ്ഞതാവും, പക്ഷെ പറയുമ്പോ ചാനലേര് അത് പക്ഷെ ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. അവര് ഒരു 100-ൽ 30% എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ആക്ഷേപിക്കലും കുറ്റവാളിന്ന് മുദ്ര കുത്തിയിട്ട് അവരെ ഫോട്ടോ 24/7 എന്ന് പറഞ്ഞ പോലെ ചാനലിലും കാണിച്ചു. ഓരോ ചാനലിന്റെ എന്താണ് മറ്റേ ഇത് പറയില്ലേ, ഹെഡ്ലൈനില്ലേ, അത് വരെ ഉണ്ടാവും. കുറ്റവാളികൾ കൊടും ക്രൂരൻ എന്തൊക്കെയാ ഇവരിങ്ങനെ എന്താ പറയാ 15 അംഗ ഭയങ്കര സ്ട്രോങ് ഗ്രൂപ്പ് അത് ഉണ്ടാവും. ഇല്ലാണ്ട് നിൽക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരിപ്പോ പുറത്തൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അതാണ് മെയിൻ എന്നൊക്കെ പറയുന്നുണ്ട്. അയക്കാം ആവാതിരിക്കാം നമുക്ക്. അല്ല, ഞാൻ ചാനലുകാരോട് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഒരാള് കുറ്റവാളിയാന്ന് തെളിഞ്ഞാൽ അവരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രല്ലേ കുറ്റവാളി സ്ഥിരീകരിച്ചു എന്ന് പറയേണ്ടി. എന്ത് കണ്ടിട്ടാണ് ചാനലുകാർക്ക് ഇത്രയും പവർ? അതായത് ഇപ്പൊ നമ്മള് ക്യാപ്ഷന് നമ്മളിപ്പോ ഒരു വീഡിയോക്ക് ക്യാപ്ഷൻ ഇടണടാ, ഞങ്ങളെ വണ്ടി പോകുമ്പോൾ പെട്ടെന്ന് സഡനായിട്ട് കണ്ടോ എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ സഡനായിട്ട് കണ്ടോ, എന്ത് കണ്ടോ, അപ്പൊ അവര് തുറന്നു നോക്കും. അപ്പൊ അങ്ങനൊക്കെ തന്നെ ഓരോ ക്യാപ്ഷൻ ഇടല്. ഇത് ചാനലൊരു സുരേഷ് ഗോപി പറഞ്ഞതിന് അതിനെ ഞാൻ യോജിക്കുന്നു. ഇത് നിങ്ങളെ തീറ്റയാണ്. ആ തീറ്റക്ക് നിങ്ങൾ എന്ത് ചപ്പും ചവറും ഇടാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ കൊടുക്കണം. ചാനലൊരു ഭയങ്കര അലമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കിടന്ന് കാട്ടിക്കുന്നു ചാനലിന്. എക്സ്ക്ലൂസീവ് ന്യൂസ്, ഫ്ലാഷ് ന്യൂസ്, മറ്റേ ന്യൂസ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ അതിൽ നിന്ന് വിടല്ലോട്ടെ. നമ്മള് പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സ്ഥലത്തിന്റെ പേരെന്താ? റിവർലാൻഡ്. റിവർ അതായത് നദി ലാൻഡ്. അപ്പൊ നമ്മളിന്ന് ഒന്ന് അവിടേക്ക് നമ്മൾ പോണട്ടോ.
നമുക്ക് നേരെ പോവാ. ഇപ്പോൾ ഷെയ്ഖ് സലാഹ് റോഡിൽ ഏകദേശം ഇങ്ങനെ തിരക്കായിട്ടിരിക്കണം. ഏകദേശം ഒരു 3:21 സമയം വല്ലതും തിരക്കായിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ചട്ടിച്ചോറ് അടിച്ചായിരുന്നു. ഷാർജ നമുക്ക് കയറി ചട്ടിച്ചോറ് അടിച്ച് പിന്നെ അനിയനെ പറ്റി കണ്ടു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ എന്നും കാണുന്ന സ്ഥലങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് പിന്നെ അവിടുന്ന് നമ്മൾ വീഡിയോ തുടങ്ങിയത്. ഫുഡ് അടിക്കാനുള്ള തത്രപ്പാടിലാണ്. പിന്നെ ചട്ടിച്ചോറ് നമ്മൾ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നുണ്ട്. ആവി നന്നായിട്ട് തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം കണ്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് നല്ല ചട്ടിച്ചോറ്, കുറച്ച് പപ്പടം എടുക്കുക, ഇച്ചിരി മീനെടുത്ത്, ഇച്ചിരി ചിക്കൻ്റെ എടുത്ത് കുറച്ച് കുഴച്ചിട്ട് അങ്ങനെ കുഴച്ചിട്ട് ഒരു ബീഫും വെക്കുക. എന്നിട്ട് ഫുഡ് നൈസ് ഫുഡായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ചട്ടിച്ചോറ് എല്ലാം കൂട്ടിയിട്ടുള്ള ആ ഒരു പിടിച്ചിട്ടുള്ള ഫുഡ് ഉണ്ടല്ലോ, സൂപ്പർ. നമ്മൾ ആവിടോടൊക്കെ ഇവിടെ പറഞ്ഞിട്ട് നേരെ ഇപ്പോൾ റിവർലാൻഡിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ലെഫ്റ്റ് എടുത്താണ് നമ്മൾ റിവർലാൻഡിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ളത്. രണ്ട് സൈഡിലും അതിമനോഹരമായിട്ട് കാഴ്ചകളാണ്. മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പുള്ള റോഡുകളിലൂടെ പോകുമ്പോൾ തന്നെ വേറെ ഏതോ ഒരു രാജ്യത്ത് നമ്മൾ പോയൊരു ഫീല്. അടിപൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബ് കേട്ടോ. ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ തന്നെ രണ്ട് സൈഡിലും കണ്ടില്ല, മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. റോഡിലൊന്നും വലിയ റഷും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണിക്ക് അടുക്കാവുമ്പോഴാണ്. നല്ല ചൂടുള്ള സമയമില്ല, അതുകൊണ്ട് ആരും വല്ലാതെ പുറത്തേക്ക് ഇറങ്ങാത്ത സമയമാണ്. റിവർലാൻഡ് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ട ഗോപുരം പോലെയുള്ള സംഭവം, അതേ റിവർലാൻഡ്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കിടക്കാൻ പോവാണ്. അത്യാവശ്യം ഹ്യൂജ് പാർക്കിംഗ്, പിന്നെ ഹ്യൂജ് പാർക്കിംഗ് കേട്ടോ. ഈ കണ്ട ഏരിയ മൊത്തം ഇതിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ. പക്ഷെ നല്ല പാർക്കിംഗ്, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നതാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ നിസാമിൻ്റെ കോസ്റ്റ്യൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസാം വന്ന് തിരിഞ്ഞടാ അടാ. ഇതിപ്പോൾ ഞങ്ങൾ നേരെ കയറിയിട്ട് സഫാരി കയറിയിട്ട് മേടിച്ചാട്ടോ. എൻ്റെ ഇതൊക്കെ ഇപ്പം ഞങ്ങൾ സഫാരിയിൽ കയറിയിട്ട് മേടിച്ചാണ് ഷാർജയിൽ. ഇന്നത്തെ ഒരു ഇത് പോരാണ്, കോസ്റ്റ്യൂം ഒരു രസമില്ലാണ്. അങ്ങനെ അച്ചപ്പാടും വേളാകും. അങ്ങനെ നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിൽ കയറട്ടോ. ഇനി ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിർഹംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടറിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 20 ദിർഹംസും, പിന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 ദിർഹംസ് ആണ്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം, അതെല്ലാം ഒന്നുകൂടി ബെറ്റർ. ഓൺലൈനിൽ ടിക്കറ്റ് തപ്പിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ കൗണ്ടറിൽ പോയി 20 ദിർഹംസിന്റെ ടിക്കറ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഗേറ്റിലൂടെ നമ്മൾ ഉള്ളിൽ കയറുന്നട്ടോ. അപ്പൊ തന്നെ നമുക്ക് അവിടെ സ്കാൻ ചെയ്ത് ആ കോപ്പി സ്കാൻ ചെയ്തിട്ട് നമുക്കത് ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മള് വേറൊരു രാജ്യത്തേക്ക് പോകും, എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഉള്ളിലേക്ക് കയറിയപ്പോ തന്നെ എൻ്റയർലി മാറി, കംപ്ലീറ്റ് അതിന്റെ സ്ട്രക്ചറേ മാറി. അടിപൊളി വ്യൂ, വേറെ ഏതോ ഒരു രാജ്യത്ത് പോയിട്ടുള്ള പോലത്തെ ഒരു ഫീലും. വാവ്, സൂപ്പർ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഓക്കെ ആണ്. ദിസ് ഈസ് ദ റിവർലാൻഡ്. അപ്പോൾ ദ റിവർലാൻഡിൻ്റെ നമ്മൾ സ്റ്റാച്ചു കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഒരു റിവർലാൻഡ് എന്ന് പറഞ്ഞൊരു വെട്ടിക്കെട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടൊന്ന് റൗണ്ട് അടിക്കാൻ പോവാണ്. റീൽസ് എടുത്ത് തകർക്കുന്ന നിസാമിൻ്റെ മുകളിൽ
അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, അടിപൊളി ഒരു വാവ് ഫാക്ടർ ഉള്ള ഒരു ലേക്ക്. ഇതിൻ്റെ വ്യൂ തന്നെ സൂപ്പറായിട്ട് അടിപൊളി വ്യൂ ആണ്. ഇതിൽ ഓരോരോ സ്ട്രക്ചറുകൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പല തീമിലുള്ള സ്ട്രക്ചേഴ്സാണ് ഇവിടെ ഉള്ളത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് പല രീതിയിലുള്ള തീംസാണ്. അങ്ങനെ ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ് പേരാപ്പാര, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ബഗ്ഗിയുടെ മാക്സിമം സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 km/h ആണ് ബഗ്ഗിയുടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ഷോപ്പുകളാണ് കേട്ടോ. ഈ കാണുന്നത് ഒരു വാട്ടർ തീം പാർക്കാണ് കേട്ടോ. ഏകദേശം 300 dirhamsോളം ഇതിന് ചാർജ് വരുന്നുണ്ട്. അതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ചാർജ് വരുന്നുണ്ട്. വെറൈറ്റി ഫുഡ് ട്രക്കുകളൊക്കെ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് കണ്ടല്ലേ. ഇനിയിപ്പോൾ ഒന്നും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ. ഈ സമതേ ഫ്രണ്ടിൽ അടക്കുന്നുണ്ട്, ജയിച്ചപ്പോൾ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു അടിപൊളി സംഭവം കേട്ടോ. AC വാട്ടർ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാൻ വെച്ചിട്ട് കുറച്ച് നേരം ഇതിൻ്റെ അടി നമുക്ക് പോയി നിൽക്കാം. ആഹാ നല്ല ചൂടാട്ടോ, എളുപ്പമല്ല. ഇച്ചിപ്പാ എങ്ങനെയുണ്ട്, രസം എന്താ? ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ വെള്ളം വരുന്നൊന്നുമില്ല അല്ലേ, ചെറിയൊരു ആശ്വാസം. നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഫുള്ള് ഗ്രീനറി കേട്ടോ, പച്ചപ്പാണ്. അടിപൊളിയാണ് കേട്ടോ, കാണാൻ തന്നെ ഒരു സൂപ്പർ. അതിങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോവുക. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും നോക്കട്ടെ. ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും നോക്കാം. നല്ലൊരു അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സാഹസത്തിലാണ്. മെല്ലെ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി വെക്കുക. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റും. നേരെ നമുക്ക് ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാം. അടിപൊളി ആർക്കിടെക്ചറൊക്കെ കേട്ടോ, ഒന്നും പറയില്ല. സൈഡിൽ കണ്ടില്ല, അടിപൊളി ആർക്കിടെക്ചറാണ്. കഞ്ഞായി ചൂടാട്ടാ, വേർത്ത് പണ്ടാറായിരിക്കണം. പക്ഷെ വന്ന ടൈം മാറിപ്പോയി, കുറച്ചും കൂടി ലേറ്റായിട്ട് വന്നാൽ മതി. സുഹൈൽ വരും എന്നാണ്ട് സുഹൈലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ സുഹൈൽ വന്നിട്ടും ചൂടിനൊരു കുറവില്ലടോ, ഭയങ്കര ചൂടാണ് കേട്ടോ, സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഫ്രൈഡേ ഈസ് ഫണ്ടേ, ഫ്രൈഡേ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഫ്രൈഡേ ഇനിയിപ്പോൾ എന്തെന്നുണ്ടെങ്കിലും നമ്മൾ ഫ്രൈഡേ ഇറങ്ങിയിരിക്കും. കഴിഞ്ഞ ഫ്രൈഡേ നമുക്ക് മിസ്സായി പോയിരിക്കും. അതുകൊണ്ട് ഫ്രൈഡേ നമ്മൾ എന്തായാലും കറങ്ങാനിറങ്ങും. അതാണ് നമുക്കിനി നേരെ അപ്പുറത്തെ ഈ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോയോക്കട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അവിടെ നല്ല നല്ല അടിപൊളി സ്ട്രക്ചറുകളാട്ടോ. ഞാൻ വെച്ചാൽ ഓരോ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ അടിപൊളി, നല്ല കാണാൻ നല്ല വൈബിൾ സ്ട്രക്ചറുകളാണ്. നമുക്കങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോവാം. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, സൂപ്പർ വ്യൂ കേട്ടോ. നല്ല ലേക്കിൻ്റെ വ്യൂ. അയ്യോ, ഇതിൽ കൂടെ ബോട്ടിംഗ് ഉണ്ട് തോന്നുന്നുണ്ട്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് വരാനിട്ടില്ല. ബോട്ടിംഗ് ഉണ്ട് തോന്നുന്നുണ്ട്, അറിയില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കറങ്ങുന്നിടയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ബോട്ടിംഗ് ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയൊക്കെ പിന്നെ നമുക്ക് ജസ്റ്റ് നടന്നു നോക്കുക. ഇവിടെ ഭയങ്കര റൈഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ ദൂരെ കാണാൻ പറ്റും, റൈഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ ഒന്നും നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല. കയറിയപ്പോൾ തന്നെ കുറേ ബിൽഡിങ്ങുകൾ കാര്യങ്ങളുണ്ട്. ഇതൊന്ന് നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഓ, ഇത് വീഡിയോയില് കാണുന്നക്കാട്ടി സൂപ്പർ നേരിൽ കാണാൻ നോക്കാം. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര. ഇതിന്റെ സ്ട്രക്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ യൂറോപ്യൻ തീമുകളുടെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. ഇത് വെള്ളത്തില് ഫ്ലോട്ടിങ് പോലെ നിൽക്കുന്ന ഈ ഒരു ഹൗസ് ഉണ്ട്. നൈസ്.
നമ്മുടെ ഇലക്ട്രിസിറ്റി പവർ ഉണ്ടാക്കണ മാതിരത്തെ ഒരു ചെറിയൊരു ഡ്രം സെറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പഴയ കാലത്തൊക്കെ പാടങ്ങളിലൊക്കെ വെള്ളം സപ്ലൈ കൊടുക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന മാതിരത്തെ ഒരു ചെറിയൊരു ചക്രം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണ് ഇതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇതേ ഇവിടുന്ന് ഇങ്ങനെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് ഇവിടെ വയ്ക്കുമ്പോൾ വെള്ളമൊന്നുമില്ല, ഇവിടെയൊക്കെ വറ്റിക്കുന്ന കല്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടണം. അപ്പോൾ ഇവിടെ എന്താണെന്നുള്ള അറിയില്ല. ഇപ്പോൾ എന്നാലും കാണാൻ അടിപൊളിയാട്ടോ. സൂപ്പർ ടീമാണ്. സൂപ്പർ. അങ്ങനെ ഞങ്ങൾ 20 ദിറംസിന് ടിക്കറ്റ് കൊടുത്തപ്പോൾ നമുക്ക് ഒരു ഐസ്ക്രീമും വിത്ത് വാട്ടർ കയറ്റിട്ടിരിക്കുകയാണ്. This is also free, right, brother? Brother, this is also free, right? This is one free, right? Okay. പക്ഷേ സോ എക്സ്പെൻസീവ് ബ്രദർ, സോ എക്സ്പെൻസീവ്. ഇത് ഒരു ബോട്ടിലിന് 10 ദിറംസ്, ഒരു ഐസ്ക്രീമിന് 10 ദിറംസ്. ഭയങ്കര റേറ്റ് ആട്ടോ, ഭയങ്കര റേറ്റാണ്. പക്ഷേ ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വേർത്ത് ഉപ്പാടെ വയ്ക്കുക, നല്ല ചൂട്. ഒരു ഐസ്ക്രീം ഇട്ട് ഈ തണുപ്പ് കയറുമ്പോൾ എന്തൊരു സുഖം അറിയാം. ഈ ഒരു ഏരിയനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ലെങ്കിലും ഇന്നത്തെ ഒരു ദിവസം കളർഫുൾ ആയിരുന്നു കേട്ടോ. അടിപൊളി ഏരിയ. നമ്മൾ ഏതോ യൂറോപ്യൻ രാജ്യത്ത് പോയ പോലെയുള്ള ഒരു പ്രതിനിധി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്നവർക്ക് ഈ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പിടിക്കോ. ഇനി അടുത്തൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.